ബ്ലീച്ച് ചെയ്യാതെ തന്നെ നിങ്ങളുടെ ഹെയർ എങ്ങനെ വീട്ടിൽ നിന്ന് കളർ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പാരാഡൈസിന്റെ ഗ്ലോസി ഹെയർ ടിൻ എന്ന് പറയുന്ന ഹെയർ കളറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഹേസൽ ബ്രൗൺ എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. സോ ഈ ഒരു ബോക്സിൽ നിങ്ങൾക്ക് കളർ ചെയ്യാൻ ആവശ്യമായ കളർ ഉണ്ട്, അതുപോലെ ഡെവലപ്പർ, കൂടാതെ ബ്രഷ്, അതുപോലെ ഗ്ലൗസ്, ദെൻ 2 കണ്ടീഷണർ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ആദ്യം ഒരു ഡ്രൈ ആയിട്ടുള്ള കണ്ടെയ്നർ എടുക്കുക. മെറ്റാലിക് കണ്ടെയ്നർ എടുക്കാതെ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഗ്ലാസ് ബൗളോ കണ്ടെയ്നറോ യൂസ് ചെയ്യാം കേട്ടോ. അതിൻ്റെ അകത്തോട്ട് ഈക്വൽ എമൗണ്ട് ഓഫ് ഡെവലപ്പറും ഈക്വൽ എമൗണ്ട് ഓഫ് കളർ രണ്ടും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്നതിന് മുന്നേ ആ പാക്കിൽ കൊടുത്തേക്കുന്ന ഗ്ലൗസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. നിങ്ങൾ കളർ ചെയ്യുന്നതിന് മുന്നേ അതുപോലെ ഹെയർ ഡ്രൈ ആണോ എന്ന് ഉറപ്പ് വരുത്താം. വെറ്റ് ആയിട്ടുള്ള ഹെയറിനകത്ത് കളർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കളർ വരാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും. നിങ്ങളുടെ ഹെയർ ഡ്രൈ ആക്കിയതിന് ശേഷം നന്നായിട്ട് കോംബ് ചെയ്തിട്ട് ഏത് പോർഷനിലാണോ നിങ്ങൾ കളർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ ലോവർ പോർഷനിലാണ് ചെയ്യുന്നത് ഹെയറിൻ്റെ. സോ അത് എത്ര ലെങ്ത് തൊട്ട് എനിക്ക് കളർ വേണമെന്ന് ഡിസൈഡ് ചെയ്തിട്ട് ആ ഒരു ലെങ്ത്തിൽ ടിപ്പെന്ന് റൂട്ടിലോട്ട്, അതായത് താഴ്ന്ന് മുകളിലോട്ടുള്ള ഡയറക്ഷനിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അല്ലാതെ റൂട്ട് സൈഡിൽ ടിപ്പിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. പിന്നെ നിങ്ങളുടെ സ്കാൾപ്പൊക്കെ ഡാമേജ്ഡ് ആണ്, ഹെൽത്തി ആയിട്ടല്ല ഇരിക്കുന്നതെങ്കിൽ റൂട്ടുമായിട്ട് ടച്ച് ചെയ്യുന്ന രീതിക്ക് ഹെയർ കളർ ചെയ്യാതിരിക്കുന്നതാവും ബെറ്റർ. നിങ്ങൾ ലോവർ പോർഷനിൽ തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അലർജിക് ആണ് എന്നുണ്ടെങ്കിലും അല്ലെങ്കിലും ജനറലി നിങ്ങളൊരു പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എങ്ങനെ പാച്ച് ടെസ്റ്റ് ചെയ്യുന്നതും കൂടെ പറഞ്ഞുതരാം. ചെറിയൊരു എമൗണ്ട് ഈ ഒരു മിക്സ്ചർ എടുത്തിട്ട് നിങ്ങളുടെ ചെവിയുടെ ബാക്കിൽ അല്ലെങ്കിൽ ഇന്നർ എൽബോയുടെ സൈഡിൽ എവിടെയെങ്കിലും ബഡ്സോ എന്തെങ്കിലും വെച്ചിട്ട് ചെറിയൊരു പോർഷൻ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്ലൈ ചെയ്തിട്ട് 48 hours കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മാനുവൽ പറയുന്നത്. അതല്ലെങ്കിൽ നിങ്ങളൊരു അറ്റ്ലീസ്റ്റ് ഒരു 4 to 5 hours കീപ്പ് ചെയ്യുക. അപ്പം നിങ്ങൾ ഇതിന് അലർജിക് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റെഡ് കളറേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും അലർജിക് റിയാക്ഷനോ നിങ്ങളുടെ സ്കിന്നിന് പുറപ്പെടുവിക്കും. സോ അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് അപ്ലൈ ചെയ്യുക. അങ്ങനെ അലർജിക് ആണെന്നുണ്ടെങ്കിൽ ഈ കളർ ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക. ഇതിനൊരു ബെനിഫിറ്റ് ആയിട്ട് പറയുവാണെങ്കിൽ ഞാൻ 2 years ബാക്ക് നോർമൽ ബ്ലീച്ച് ഒക്കെ വരുന്ന കളർ സലൂണിൽ പോയി ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നോളം എന്റെ മുടി പൊട്ടിപ്പോയും ഡ്രൈ ആവും ഫ്രിസി ആവുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഹെയർ കളറേ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് കളർ ചെയ്ത പോർഷനൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയതായിരുന്നു. സോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ 1.5 month ഞാൻ ഈ ഹെയർ കളർ ചെയ്തിട്ട് ഈ ഒരു പീരീഡിൽ എനിക്ക് കാര്യമായ ഹെയർ ഫോളോ, ഹെയർ ഡാമേജോ, പൊട്ടിപ്പോവോ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. സോ ഈ ക്രീം അപ്ലൈ ചെയ്ത് നിങ്ങളിതൊരു 30 to 45 minutes കീപ്പ് ചെയ്യുക. അതിനുശേഷം ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന കണ്ടീഷണർ ഉണ്ട്, ആ കണ്ടീഷണർ വെച്ച് ഹെയർ വാഷ് ചെയ്യാം. 2 weeks കഴിഞ്ഞ് യൂസ് ചെയ്യാനുള്ളൊരു ആൻറ്റിഫേഡ് കണ്ടീഷണർ കൂടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ 2 weeks കഴിഞ്ഞ് അതും കൂടെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത കളർ ഫീഡായി പോകാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട കാര്യം ഇവിടെ കണ്ടീഷണറാണ്. നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടി പറ്റും വീഡിയോയിൽ എത്ര ഡ്രൈ ആയിട്ട് എൻ്റെ ഹെയർ കളർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് വാഷ് ചെയ്ത സമയത്തുള്ള ഹെയറിൻ്റെ ഷൈനിങ്ങും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. സോ ഇതാണ് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള റിസൾട്ട്. നല്ല രീതിക്ക് കളർ കാണുന്നുണ്ടായിരുന്നു. ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള കളറൊന്നും ആയിരുന്നില്ല. ആൻഡ് സ്റ്റിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നന്നായിട്ട് ഷൈനിങ് തരുന്നുണ്ടായിരുന്നു അവിടെ കണ്ടീഷണറൊക്കെ യൂസ് ചെയ്തതിന് ശേഷം. സോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എവിടെയെങ്കിലും കണ്ടുകൊണ്ട് മാത്രം നിങ്ങൾ ചെയ്യരുത്. ഡു എ ഫാക്ട് ചെക്ക് ബിഫോർ യു അപ്ലൈ എനിത്തിങ് ഓൺ യുവർ ഫേസ് ഓർ ഹെയർ. സോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്രയുള്ളൂ. ബൈ.